ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാത്തി സത്യമയ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നലെ ഞായറാഴ്ച ഒരു വീട്ടിലെ പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞായറാഴ്ച ഓട്ടം എന്ന് തന്നെ പറയാം. രാവിലെ ഉറക്കമെണീച്ച് അടുക്കളയിൽ വന്നപ്പോഴത്തേനും കുടിക്കാൻ വെള്ളം സാധാരണ പിടിച്ച് വെച്ചിരിക്കും. അപ്പോൾ വെള്ളമൊന്നും ചരുവത്തിലില്ല. അങ്ങനെ വെള്ളമൊക്കെ പിടിച്ച് നോക്കിയപ്പോഴത്തേനുമാണ് ജനലിലും എല്ലാം പൊടി പിടിച്ചിരിക്കുന്ന. എന്നാൽ പിന്നെ ചെടിയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ചെടിയല്ല, ജനലൊക്കെ പൊടിയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെടിയെല്ലാം മാറ്റി ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മളെ കയ്യിൽ തന്നെ വരണം എല്ലാത്തിനും. അല്ലാതെ വീട്ടിൽ വേറെ അമ്മയുണ്ടെന്ന് പറഞ്ഞ അമ്മ കുറച്ച് പണിയൊക്കെ ചെയ്യും, അല്ലാതെ ഇങ്ങനെയുള്ള പരിപാടിയൊന്നും നടത്തത്തില്ല. അത്രയും ചെയ്തപ്പോൾ തന്നെ ഞാൻ വെള്ളം കുടിച്ചു പോയി. 2 കുപ്പി വെള്ളം കുടിച്ചു. അങ്ങനെ ജനലിലെ പൊടിയെല്ലാം ഉണ്ടായിരുന്നു. ഇതിപ്പം എൻ്റെ യൂണിഫോമാണ് നോക്കി വെച്ചിരിക്കുന്നത്. ഭയങ്കര അഴുക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ പൊടി തുരുമ്പുമൊക്കെ കൂടെ ഇട്ടുള്ള ഒരു അഴുക്കാണ്. അപ്പോൾ അത് ഞാൻ ഹാർപ്പിക്ക് തലേന്നേ വെള്ളത്തിൽ ഒഴിച്ചു ഹാർപ്പിക്ക് സോപ്പ് പൊടിയായിട്ട് മുക്കി വെച്ചിരുന്നിട്ട് പിറ്റേന്ന് എടുത്ത് വാഷിംഗ് മെഷീനിൽ ഇട്ടതാണ്. പക്ഷേ നമ്മൾ ഹാർപ്പിക്ക് ടോയ്ലറ്റ് കഴുകാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ഇതേണക്ക് തീരെ പോകാത്ത അഴുക്കുകളെല്ലാം പോകും. പിന്നെ തറയൊക്കെ ടൈലൊക്കെ തുടച്ച് എൻ്റെ മണി പ്ലാന്റ്സുകളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2-3 ദിവസത്തിന് മുന്നേ മുട്ട തൊലിയെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളമെല്ലാം റെഡിയായി. അതെല്ലാം മണി പ്ലാന്റിന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറേ ഉണ്ട് പ്ലാന്റ്, അതിനെല്ലാം ഒഴിച്ചു കൊടുത്തു. നമ്മൾ മാത്രം ആഹാരം കഴിച്ചാൽ പോരല്ലോ, ചെടികൾക്കും ആഹാരം വേണ്ടേ, അവർക്കും അതിനുള്ള ന്യൂട്രീഷൻ കിട്ടണ്ടേ. അതുകൊണ്ട് അതൊരു കുപ്പിയിലാണ്, അതെടുത്ത് ഞാൻ വച്ചുറ്റി വെച്ചിട്ട് അത് കൊടുത്തതാണ്. ഇല്ലെങ്കിൽ അത് തറയിൽ കളഞ്ഞു പോകും. എന്നിട്ട് ഇനി പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ചും കൂടെ മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് വെക്കാമെന്ന്. അപ്പോൾ അത് പോയി കുറച്ച് മണി പ്ലാന്റൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതാണ്ട് ഇതേപോലെ പെട്ടെന്ന് ഇങ്ങനെ കൊരുത്ത് പണ്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടായിരുന്നു മണി പ്ലാന്റൊക്കെ പിടിപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി, അത് വളർന്നോളും. വെറുതെ വളരത്തില്ല, അതിന് നമുക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുക്കണം. അങ്ങനെ ഇതിനൊക്കെ ഒരു പ്രൈസ് വേണം കേട്ടോ, അല്ലാതെ ഒന്നും ഇതൊന്നും ചെയ്യത്തില്ല. ബാക്കി വന്നത് ഞാനെടുത്ത ഒരു ബൗളിൽ കല്ലൊക്കെ ഇട്ട് അതും അതിനകത്ത് വെച്ച് കൊടുത്തു. അതൊക്കെ ചെയ്യുന്ന ഒരു രസമാണ്, ഒരു പാഷനാണ് അതൊക്കെ എന്ന് പറയുന്നത്. പിന്നെ ടി വി സ്റ്റാൻഡ് മൊത്തവും പൊടിയായിരുന്നു. ടി വി സ്റ്റാൻഡിലെ പൊടി മൊത്തവും ഉടച്ച്. അപ്പോൾ അതേ ഈ കണ്ട മാതാവ് എനിക്ക് CHICയിലെ ബൈജു സാറ് തന്നതാണ് പാല് കാച്ചിന്. സാറ് വന്നില്ല, സാറ് സിസ്റ്ററുടെ കൊടുത്തു വിട്ടതാണ്. അന്നേരത്തേനും ഉച്ചയ്ക്ക് കറിക്കുള്ള അത് വേണമായിരുന്നു. അങ്ങനെ കറി വയ്ക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്നാൽ പിന്നെ അതങ്ങ് ഫ്രൈ ആക്കാം. അങ്ങനെ അതിനുള്ള സംഭവങ്ങളെല്ലാം എടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജോലി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഇതൊക്കെ കൂടെ ചെയ്യുന്നത് കേട്ടോ. അത് എടുത്ത് വെച്ചു. അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അത് വറുക്കാനായിട്ട് എടുത്തത്. അത് അടച്ച് വെച്ചിട്ട് വീണ്ടും ഞാൻ അപ്പോഴത്തേനും അമ്പാടി ഇന്നലെ കൊണ്ടുവച്ചിരുന്ന മാങ്ങ പകുതി ഉണ്ടായിരുന്നു, അതെടുത്ത് തിന്നു. അതിൻ്റെ പുറകെ ഞാനും നടന്നു. അവർക്ക് ചൂലമാണ് തന്നത്. പിന്നെ വീണ്ടും ഇറയത്ത് ഹാളിൽ വന്നു. പൊടി വീണ്ടും ഒരു വയലിനൊക്കെ ഉണ്ടായിരുന്നു, അതിനകത്ത് മൊത്തം പൊടി പിടിച്ചിരിക്കുകയായിരുന്നു. അതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കുണ്ട് നമ്മളെ വാഷിംഗ് മെഷീനിൽ ഇട്ട തുണിയെല്ലാം നല്ല നീറ്റായി അഴുക്കെല്ലാം പോയി. അതിനെല്ലാം വിരിച്ച് നേരത്തെ ചോറ് കഴിച്ചിട്ട് വന്നതിന് ശേഷം എന്നാൽ പിന്നെ വിചാരിച്ച് ചെടിയൊക്കെ ചാണകം ഇരിപ്പുണ്ടായിരുന്നു, ഉണക്ക ചാണകം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ അതെല്ലാം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ തീർന്നു. ചെയ്യുമ്പോഴറിയാം അതിൻ്റെ പാട്. അത്രയും ചെയ്തു. ഞാൻ ഹാപ്പിയായി. എൻ്റെ കുളിയും കഴിഞ്ഞ് ഞാൻ ദേ തളർന്നു വന്ന് ഇരിക്കുന്ന ഇരുത്തയാണിത്. വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയുമായി. ഓക്കേ.